രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലം. അപരന്മാരും വിമതരും പത്രിക പിൻവലിക്കലും ഒക്കെ കഴിഞ്ഞ് ഇതിനോടകം തന്നെ ശ്രദ്ധയാകർഷിച്ച മഞ്ചേശ്വരം. ഇത്തവണ NDA അക്കൗണ്ട് തുറക്കുമെന്ന് പറയുമ്പോൾ മണ്ഡലത്തിൽ ത്രികോണ മത്സരമാണെങ്കിലും പ്രധാന പോര് UDF-ഉം NDA-യും തമ്മിലാണ്. BJP-യെ സംബന്ധിച്ച് A ക്ലാസ് മണ്ഡലമാണ് മഞ്ചേശ്വരം. കാലങ്ങളായി കൂടെയുള്ള മണ്ഡലത്തെ ഇക്കുറിയും ചേർത്ത് പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF-ന്റെ AKM അഷ്റഫ്. മൂന്നാം വട്ടവും കൈയൊഴിഞ്ഞ മണ്ഡലത്തെ ഇത്തവണയെങ്കിലും BJP പാളയത്തിലെത്തിക്കാനുള്ള പ്രയത്നത്തിലാണ് NDA. കെ സുരേന്ദ്രനെ സംബന്ധിച്ച് ഇത് അഭിമാന പോരാട്ടം കൂടിയാണ്. 2006-ൽ മാഞ്ഞുപോയ മണ്ഡലത്തിലെ ചുവപ്പ് വീണ്ടും തെളിയിക്കാനുള്ള പരിശ്രമത്തിലാണ് LDF സ്ഥാനാർത്ഥി KR ജയാനന്ദ. 2011-ൽ മഞ്ചേശ്വരത്തിന്റെ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ആദ്യമായി കെ സുരേന്ദ്രൻ എത്തി. UDF-ന് വേണ്ടി PB അബ്ദുൾ റസാഖും പോരിനിറങ്ങി. തെരഞ്ഞെടുപ്പ് കളത്തിൽ സിറ്റിംഗ് MLA കുഞ്ഞമ്പൂവും. മത്സരാന്ത്യം മണ്ഡലം UDF തിരിച്ചുപിടിച്ചു. CPM-നെ മണ്ഡലം കൈയൊഴിഞ്ഞു. 2016-ലെ തെരഞ്ഞെടുപ്പിൽ കളം മാറി. മുന്നണികൾക്കിടയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ശ്രദ്ധേയമായത് സ്വതന്ത്ര പോരാട്ടം. NDA-ക്ക് വേണ്ടി സുരേന്ദ്രൻ വീണ്ടും എത്തി. സ്വതന്ത്രനായി കെ സുന്ദരയും. കേവലം 89 വോട്ടിന് BJP-യെ മണ്ഡലം കൈവിട്ടു. അന്ന് 467 വോട്ടുകൾ സുന്ദര നേടി. രണ്ടാം ഊഴത്ത് PB അബ്ദുൾ റസാഖ് വിജയക്കൊടി പാറിച്ചു. PB അബ്ദുൾ റസാഖിന്റെ മരണത്തെ തുടർന്ന് 2019-ൽ ഉപതെരഞ്ഞെടുപ്പ്. അന്നും മണ്ഡലം പതിവ് തെറ്റിച്ചില്ല. UDF-ന്റെ MC കമറുദ്ദീന് ജനവിധി അനുകൂലമായി. പിന്നാലെ ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീൻ അറസ്റ്റിലായത് UDF-നെ പ്രതിരോധത്തിലാക്കി. 2021-ൽ മൂന്നാം അംഗത്തിന് കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കളത്തിലെത്തി. എന്നിട്ടും മഞ്ചേശ്വരത്തിന് മാറി ചിന്തിക്കാൻ സാധിച്ചില്ല. 745 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ AKM അഷ്റഫ് ജയിച്ചു. സുരേന്ദ്രന് മഞ്ചേശ്വരം ഹാട്രിക് തോൽവി സമ്മാനിച്ചു. ഇക്കുറിയും അപരന്മാരുടെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിന്റെ വിധി നിശ്ചയിക്കുന്നതിൽ നിർണായക ഘടകമാകും. AKM അഷ്റഫ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ MLA എന്ന നിലയിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ കടുത്ത മത്സരത്തിനാണ് മണ്ഡലം വേദിയാകുക. A ക്ലാസ് മണ്ഡലം എന്ന വിശേഷണം ചാർത്തിക്കിട്ടിയതിനാൽ രണ്ടും കൽപ്പിച്ചാണ് NDA-യുടെ പോരാട്ടം. ഒപ്പം BJP-യെ തോൽപ്പിക്കാൻ ഇടതു വലതു മുന്നണികൾ പരസ്പരം വോട്ട് മറിക്കുന്നത് പതിവാണെന്ന ആരോപണവും NDA ഉന്നയിക്കുന്നു. മറ്റൊരു നിർണായക ഘടകമാകാൻ പോകുന്നത് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജീൻ ലാവീന മൊന്തേറോയാണ്. കൊങ്കണി ലാത്തിൻ വിഭാഗത്തിൽപ്പെട്ട ഇവരുടെ സ്വാധീനം മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 6000-ലേറെ വോട്ടർമാർ ഈ വിഭാഗത്തിലുണ്ട്. ഇവർക്ക് കിട്ടുന്ന വോട്ടുകൾ ആർക്ക് വിനയാകുമെന്ന് കണ്ടറിയണം. SDPI വോട്ടുകളുടെ കാര്യത്തിൽ ഇടതു വലതു മുന്നണികൾ കൃത്യമായി നിലപാട് അറിയിക്കാത്തതും UDF സമ്മർദ്ദം മൂലം പത്രിക പിൻവലിക്കേണ്ടി വന്ന KM അഷ്റഫിന്റെ പ്രതികരണവുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. കൂടാതെ SIR-ലൂടെ ഇല്ലാതായ വോട്ടുകളും ആർക്ക് തിരിച്ചടിയാകുമെന്നത് പ്രവചനാതീതമാണ്. വോട്ട് ഷെയറിലുണ്ടാകുന്ന നേരിയ കുറവ് പോലും തെരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിക്കാം. 2,30,113 വോട്ടർമാരാണ് മഞ്ചേശ്വരത്തുള്ളത്. 2021-ൽ വോട്ടർമാരുടെ എണ്ണം 2,21,711. 8,402 വോട്ടിന്റെ വർധന. തള്ളിയതിന്റെയും ചേർത്തതിന്റെയും ഗുണഭോക്താക്കൾ ആരാകുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ അറിയാം. 5 വർഷം മുമ്പ് നേർക്കുനേർ മത്സരിച്ചവർ വീണ്ടും പോരിനിറങ്ങുന്നു എന്ന സവിശേഷത കൂടി ഈ മണ്ഡലത്തിനുണ്ട്. AKM അഷ്റഫും കെ സുരേന്ദ്രനും വീണ്ടും പോരിനിറങ്ങുമ്പോൾ അഷ്റഫിന് സിറ്റിംഗ് സ്ഥാനം ഉറപ്പിക്കാനുള്ളതും സുരേന്ദ്രന് കഴിഞ്ഞ 3 തവണ കൈവിട്ട ജയം ഇത്തവണ ഉറപ്പിക്കാനുമുള്ള പോരാട്ടത്തിനാണ് മഞ്ചേശ്വരം സാക്ഷ്യം വഹിക്കുക.